കൊച്ചിയിലേക്കാണ്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. സീറോ മലബാർ സഭ ആസ്ഥാനത്തെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നു. നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, എങ്ങും പ്രാർത്ഥന, എങ്ങും പോസിറ്റീവ് വൈബ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം ഭംഗിയുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളുടെ കൂടി അതിൽ കൂടി പങ്കെടുക്കുകയാണല്ലോ നിതിൻ. പ്രവിധ തിരുപ്പിറവി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനാ നിർഭരമായ ഒരു നിമിഷം കൂടിയാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചാണെങ്കിൽ പ്രാർത്ഥനാ നിർഭരമായ സമയമാണിപ്പോൾ. മണിക്കൂറുകളിലുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുർബാന ചടങ്ങിന് ശേഷം ഉണ്ണിയേശുവിന്റെ പിറവിയെ പ്രതിപാദിക്കുന്ന ബൈബിൾ വചനം വായിക്കും. സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും പള്ളിമണികൾ മുഴുകി ഉണ്ണിയേശുവിന്റെ രൂപം പേറിക്കൊണ്ട് മുഖ്യ കാർമ്മികൻ വിശ്വാസികളെ കൊണ്ട് പുറത്തേക്ക് വരും. അതിനുശേഷം പിന്നീട് പള്ളിക്ക് പുറത്താണ് ചില ചടങ്ങുകൾ നടക്കാനിരിക്കുന്നത്. ഉണ്ണിയേശുവിന്റെ രൂപമായി പ്രദർശനം നടക്കും. ഉണ്ണിയേശുവിന്റെ തീ കായ്ക്കൽ ചടങ്ങാണ് ഇതിലേറ്റവും പ്രധാനം. പിന്നീട് ഉണ്ണിയേശുവിന്റെ രൂപവുമായി കൽക്കുരിശ് വരെ പ്രദർശനം നടത്തും. അതിനുശേഷം ഉണ്ണിയേശുവിന്റെ രൂപം പുൽക്കൂട്ടിൽ കിടത്തും. പിന്നീട് പള്ളിക്കുള്ളിൽ തന്നെ വീണ്ടും കുർബാനയുടെ തുടർ ഭാഗങ്ങൾ വായിക്കും. ഈ സമയത്താണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്രിസ്മസ് സന്ദേശം നൽകുക. അങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങുകൾ ഇവിടെ നടക്കാനിരിക്കുന്നത്. സീറോ മലബാർ സഭ ആസ്ഥാനത്താണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ്. വിശ്വാസികളൊക്കെ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. നേരത്തെ പ്രവിധ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. കാരണം ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വിശ്വാസത്തിൽ പ്രത്യേകിച്ചും കർത്താവ് വീണ്ടും ആഹാസിനോട് ഇപ്രകാരം അരുളി ചെയ്തു: നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിനക്കായി ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളത്തോളം താഴ്ന്നതോ ഉന്നതത്തോളം ഉയർന്നതോ ആകും. എന്നാൽ ആഹാസ് പ്രതിവചിച്ചു: ഞാനത് ആവശ്യപ്പെടുകയില്ല, കർത്താവിനെ പരീക്ഷിക്കുകയുമില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു: ദാവീദിന്റെ ഭവനമേ കേൾക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പോരാഞ്ഞിട്ടാണ് എന്റെ ദൈവത്തെയും നിങ്ങൾ അസഹ്യപ്പെടുത്തുന്നത്. അതിനാൽ നാഥൻ തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. ഇതാ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ. സീറോ മലബാർ സഭ ആസ്ഥാനത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.